ഓൾ, വെൽക്കം ബാക്ക് ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഇന്ന് നമ്മൾ ജി എസ് ടിയിലെ പുതിയ ചേഞ്ചസുകളെ പറ്റിയും അതുപോലെ എങ്ങനെയാണ് ഈ പുതിയ ജി എസ് ടി റേറ്റ് നമ്മൾ സഹോ ബുക്സിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. പുതിയ ജി എസ് ടി ചേഞ്ചിനെ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി റീഫോം അല്ലെങ്കിൽ ജി എസ് ടി 2.0 എന്നാണ് വിളിക്കുന്നത്. നിലവിൽ നമുക്ക് 4 സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത്: 5%, 12%, 28, അതുപോലെ 18%. ഇതിനെ കുറച്ചിട്ടാണ് പുതിയതായിട്ട് 2 സ്ലാബുകളാക്കി മാറ്റിയിരിക്കുന്നത്: 5%ഉം അതുപോലെ 18%ഉം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ സോഹോ ബുക്സിൽ എങ്ങനെയാണ് ഈ റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഐറ്റം മാസ്റ്ററിലേക്ക് വരിക. ഐറ്റം മാസ്റ്ററിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും അതിൻ്റെ ജി എസ് ടിയും സെല്ലിംഗ് റേറ്റും പർച്ചേസ് റേറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നമ്മൾ എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് കാണാം. അവിടെ എക്സ്പോർട്ട് ഐറ്റം എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ XLS ഫോർമാറ്റിലേക്ക് ഞാനിത് എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫയൽ നമുക്കിപ്പം എക്സ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി റൈറ്റിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ജി എസ് ടി റേറ്റ് ആയിട്ട് പറയുന്നത്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കോളംസ്, ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്: ഈ ഇൻട്രാ സ്റ്റേറ്റ് ടാക്സിൻ്റെ നെയിം, ഇൻട്രാ സ്റ്റേറ്റ് ടാക്സിൻ്റെ റേറ്റ്, അതുപോലെ ഇൻഡർസ്റ്റേറ്റും അതുപോലെ ഇൻഡർസ്റ്റേറ്റ് ടാക്സിൻ്റെ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇത് നമുക്ക് ഒരു ബൾക്ക് അപ്ഡേറ്റ് വഴി തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഐറ്റം ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ജി എസ് ടി റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ ഇവിടെ 2 റേറ്റ് ആണുള്ളത്: ഒന്ന് 18ഉം ഒന്ന് 12ഉം. അപ്പോൾ ഈ 18 വരുന്നതെല്ലാം എനിക്ക് 5%ലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? GST 5 എന്നുള്ളത് കൊടുത്തിട്ട് ഞാനിവിടെ ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ കോളത്തിലേക്കും GST 5 എന്നുള്ളത് അപ്ലിക്കബിൾ ആയി. അതുപോലെ ഇതിൻ്റെ റേറ്റും മാറ്റുവാണ്, 5 എന്നുള്ളത് കൊടുക്കുന്നു. ഇനി ഇവിടെ IGST 18 ആണ്, അതും മാറ്റി നമ്മൾ 5 എന്ന് കൊടുത്തതിന് ശേഷം താഴേക്ക് അത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ റേറ്റ് നമ്മൾ 5 എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ആ ഒരു 18 എന്നുള്ള റേറ്റ് മാറി GST 5 എന്നായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നെസസറി ആയിട്ടുള്ള എല്ലാ ചേഞ്ചസും വരുത്തി GST റേറ്റ്സ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ സഹോ ബുക്സിലേക്ക് വരിക. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ഐറ്റംസ് എന്ന് കാണാം. അവിടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫയൽ ഇവിടെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം സ്കിപ്പ് എന്നല്ല ഓവർ റൈറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കോളം മാപ്പിംഗ് ആണ് നടക്കുന്നത്. ഇത് സഹോ ബുക്സിന്റെ കോളവും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിന്റെ കോളവും തമ്മിൽ മാപ്പ് ആവുന്നു. ഇതെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ഈ GSTന്റെ കോളമാണ്. ഇതെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഐറ്റം ദാറ്റ് ആർ റെഡി ടു ബി ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 58 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്തേക്കുന്നത് 0 ആണ്. എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, അതിൻ്റെ റീസണും പറയും. അപ്പോൾ നിങ്ങൾ ആ റീസൺ റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഈ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇമ്പോർട്ട് എന്നുള്ളത് കൊടുക്കുന്നു. നിങ്ങൾക്ക് കുറേയധികം ഐറ്റംസ് ഉണ്ട്, ഒരു മോർ ദാൻ 500 ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റം സ്ലോ ആയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിവ്യൂ ജനറേറ്റ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു 58 ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഇത് അപ്ഡേറ്റ് ആയത്. നിങ്ങൾക്ക് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും ടൈം എടുക്കുന്നുണ്ടാവുക.